ജ്ഞാനമുള്ള മകൻ പിതാവിനെ സന്തോഷിപ്പിക്കുന്നു, ഭോഷനായ മകൻ അമ്മയ്ക്ക് വ്യസനഹേതുവാകുന്നു. സദൃശ്യവാക്യങ്ങൾ 10-ാം അധ്യായം 1-ാമത്തെ തിരുവചനം. ഒരു മകന് എങ്ങനെയായിരിക്കണമെന്ന് ഈ വേദഭാഗം നമ്മളെ പഠിപ്പിക്കുകയാണ്. പിതാവിനെ സന്തോഷിപ്പിക്കുന്ന മകനായിരിക്കണം, മാതാവിന് സങ്കടമുണ്ടാക്കാത്ത മകനായിരിക്കണം. അതിന് ആ മകൻ ജ്ഞാനമുള്ള മകനായിരിക്കണം. ജ്ഞാനം ദൈവത്തിൽ നിന്ന് ലഭ്യമാകുന്നതാണ്. ജ്ഞാനം ദൈവീക ദാനമാണ്. ജ്ഞാനം ദൈവത്തെ തിരിച്ചറിഞ്ഞ് ആരാധിക്കുന്നതാണ്. ജ്ഞാനം ഭക്തിയുടെ മാർഗത്തിൽ സ്വയം കണ്ടെത്തുന്നതാണ്. എന്നാൽ അവൻ തൻ്റെ പിതാവിനെ സന്തോഷിപ്പിക്കുകയും മാതാവിനെ ആനന്ദിപ്പിക്കുകയും ചെയ്യുമ്പോൾ ജ്ഞാനമില്ലാത്ത ഭോഷനായ മകനോ